ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സെൻസില, കൺസൾട്ടന്റ് ഇൻ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി. ആർത്തവ ചക്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സമയത്തെപ്പറ്റി സംസാരിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മെൻസ്ട്രൽ സൈക്കിളിലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പീരീഡാണ് ഇതെന്ന് പറയുന്നത്. ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുവാനും അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യുവാനും ഈ ഒരു പീരീഡിനെ പറ്റിയിട്ടുള്ള അറിവ് വളരെ അത്യാവശ്യമാണ്. സോ നമുക്ക് നോക്കാം എന്താണ് ഈ ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുന്നത്. ഓരോ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആർത്തവ ചക്രം വ്യത്യസ്തമാണ്. 28 ദിവസമാണ് ഒരു ആർത്തവ ചക്രം സാധാരണയായിട്ട് പറയുന്നത്. എന്നാൽ ചില സ്ത്രീകളിൽ 21 ദിവസം കൂടുമ്പോഴും മെൻസ്ട്രേഷൻ ഉണ്ടാകാറുണ്ട്. ചില സ്ത്രീകൾക്ക് 35 ദിവസം വരെ എത്തുമ്പോഴാണ് മെൻസ്ട്രേഷൻ ഉണ്ടാകാറുള്ളത്. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം നോർമലാണ്. സോ ഓരോ സ്ത്രീയും തങ്ങളുടെ ആർത്തവ ചക്രത്തിന്റെ ഡ്യൂറേഷൻ എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പീരീഡ് ആരംഭിക്കുന്ന അല്ലെങ്കിൽ ബ്ലീഡിംഗ് ആരംഭിക്കുന്ന ആദ്യത്തെ ദിവസമാണ് ഫസ്റ്റ് ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. ആർത്തവ ചക്രത്തിന്റെ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ബ്ലീഡിംഗ് ആരംഭിക്കുന്ന ദിവസമാണ്. അവിടെ നിന്നുമാണ് ഓരോ ദിവസവും നാം കൗണ്ട് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് നവംബർ 1 നിങ്ങളുടെ ബ്ലീഡിംഗ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പീരീഡ്സിന്റെ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് നവംബർ 1 ആണ്. നിങ്ങളുടെ നെക്സ്റ്റ് പീരീഡ് ഒരു നവംബർ 28 ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 28 ഡേ സൈക്കിൾ ആണ് ഉള്ളത്. നിങ്ങളുടെ അടുത്ത പീരീഡ്സ് 30 ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു 30 ഡേ സൈക്കിൾ ആണ്. പക്ഷെ നിങ്ങളുടെ പീരീഡ്സ് ഡിസംബർ 5 നെക്സ്റ്റ് പീരീഡ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു 35 ഡേ സൈക്കിൾ ആണ്. എന്നാൽ നവംബർ 21 ആകുമ്പോഴേക്കും പീരീഡ്സ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു 21 ഡേ സൈക്കിൾ ആണ്. രണ്ട് സൈക്കിൾ ഡ്യൂറേഷൻ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. 21 ഡേ സൈക്കിൾ ആണോ, 28 ഡേ സൈക്കിൾ ആണോ, അല്ലെങ്കിൽ ഒരു 35 ഡേ സൈക്കിൾ ആണോ എന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഓരോ ആർത്തവ ചക്രത്തിനും 4 ഫേസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ആർത്തവ ചക്രം ആരംഭിക്കുന്നത് മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ആർത്തവത്തോടു കൂടിയാണ്. അതിനുശേഷമാണ് ഫോളിക്കുലർ ഫേസ് പറയുന്നത്. ഈ ഫോളിക്കുലർ ഫേസിൽ അണ്ഡാശയത്തിൽ ഫോളിക്കുകൾ മെച്ചുർ ആവുകയും അതിൽ ഒരു ഫോളിക്കിൾ മാത്രം ഡോമിനന്റ് ആവുകയും അങ്ങനെ ഒരു മിഡ് സൈക്കിൾ ആകുമ്പോഴേക്കും ഓവുലേഷൻ നടക്കുകയും ചെയ്യുന്നു. സോ മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഓവുലേഷൻ ആണ്. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ഫേസ് ആണ് ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത്. ഈ ലൂട്ടിയൽ ഫേസിലാണ് ഗർഭാശയത്തിന്റെ അകത്തുള്ള ഇന്നർ ലെയർ ആയിട്ടുള്ള എൻഡോമെട്രിയം ഹോർമോണിന്റെ സ്വാധീന ഫലമായിട്ട് കട്ടികൂടുകയും പ്രഗ്നൻസി നടന്നാൽ അതിനെ പറ്റിപ്പിടിച്ച് വളരുവാനുള്ള അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഗർഭാശയത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഈ ഫേസസിൽ ഏറ്റവും ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഫേസ് എന്ന് പറയുന്നത് ലൂട്ടിയൽ ഫേസ് ആണ്. ലൂട്ടിയൽ ഫേസ് സാധാരണയായിട്ട് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 14 ദിവസത്തോളമാണ് നീണ്ടു നിൽക്കുന്നത്. സോ നിങ്ങളുടെ പീരീഡ്സ് ഒരു 28 ഡേ സൈക്കിൾ ആണെങ്കിൽ ഈ ലൂട്ടിയൽ ഫേസ് ഒരു 14 ദിവസത്തോളം നീണ്ടു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഓവുലേഷൻ നടക്കുന്നത് 14ാമത്തെ ദിവസമാണ്. അതായത് 28 ദിവസത്തിൽ നിന്നും 14 ദിവസം നമുക്ക് കുറച്ചാൽ കിട്ടുന്ന 14ാമത്തെ ദിവസമാണ് ഓവുലേഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 30 ഡേ സൈക്കിൾ ആണെങ്കിലോ, 30 ഡേ സൈക്കിൾ ആണെങ്കിൽ നമുക്കറിയാം ലൂട്ടിയൽ ഫേസ് ഫിക്സഡ് ആയിരിക്കും. ഒരു 30 ഡേയ്സിൽ നിന്നും 14 ദിവസം കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 16ാമത്തെ ദിവസമാണ്. അതായത് 16ാമത്തെ ദിവസമാണ് ആ ഒരു സ്ത്രീക്ക് ഓവുലേഷൻ നടക്കുന്നത്. സൈക്കിൾ ഒരു സ്ത്രീയുടെ സൈക്കിൾ 35 ഡേ സൈക്കിൾ ആണെങ്കിൽ 35ൽ നിന്നും 14 മൈനസ് ചെയ്താൽ നമുക്ക് 21 കിട്ടും. അതായത് 21ാമത്തെ ദിവസമാണ് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഓവുലേഷൻ നടക്കുന്നത്. അപ്പോൾ 21 ദിവസം കൂടുമ്പോൾ പീരീഡ്സ് വരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 21ൽ നിന്നും 14 മൈനസ് ചെയ്ത് 7ാമത്തെ ദിവസമാണ് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഓവുലേഷൻ നടക്കുന്നത്. ഓരോ സൈക്കിൾ ഡ്യൂറേഷൻ അനുസരിച്ച് ഓവുലേഷൻ നടക്കുന്ന ദിവസവും വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞ ഉദാഹരണം നമുക്ക് ഒന്നുകൂടെ നോക്കാം. നവംബർ 1 നിങ്ങൾക്ക് പീരീഡ്സ് ആയി, നിങ്ങൾക്കൊരു 28 ഡേ സൈക്കിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നവംബർ 28 അടുത്ത പീരീഡ്സ് ആരംഭിക്കും. അപ്പോൾ നിങ്ങളുടെ ഓവുലേഷൻ നടക്കുന്നത് 28ൽ നിന്നും 14 മൈനസ് ചെയ്താൽ 14ാമത്തെ ദിവസമാണ്. സോ നിങ്ങളുടെ ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത് നവംബർ 14 ആണ്. അപ്പോൾ 30 ഡേ സൈക്കിൾ ആണെങ്കിലോ നവംബർ 30ൽ നിന്നും 14 കുറച്ചാൽ നമുക്ക് 16 കിട്ടും. സോ നവംബർ 16 ആണ് നിങ്ങളുടെ ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത്. സോ ഇപ്രകാരം വളരെ ഈസി ആയിട്ട് നമുക്ക് ഏത് ദിവസമാണ് ഓവുലേഷൻ നടക്കുന്നതെന്ന് കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നതാണ്. ഇതിനെയാണ് കലണ്ടർ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു എഗ്ഗ് അണ്ഡാശയത്തിൽ നിന്നും പൊട്ടി പുറത്തോട്ട് വന്നാൽ
ഏകദേശം 24 മണിക്കൂറാണ് അതിന് സർവൈവ് ചെയ്യുവാൻ പറ്റുക. അത് ജീവനോടെ ഇരിക്കുന്നത് 24 മണിക്കൂറാണ്. ബീജത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞ് ഒരു 72 മണിക്കൂറോളം ബീജത്തിന് സർവൈവ് ചെയ്യുവാൻ സാധിക്കും. സോ ഓവുലേഷൻ നടക്കുന്ന ആ ഒരു ദിവസത്തിൽ നിന്നും 2 ദിവസം കൂട്ടിയും 2 ദിവസം കുറച്ചുമാണ് നാം ഈ ഫെർട്ടൈൽ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ഒരു 28 ഡേ സൈക്കിളുള്ള സ്ത്രീക്ക് നാം പറഞ്ഞു നവംബർ 14 ഓവുലേഷൻ നടക്കുന്നത്. അപ്പോൾ 2 ദിവസം കൂട്ടിയും 2 ദിവസം കുറച്ചും കണക്കാക്കുകയാണെങ്കിൽ നവംബർ 12 മുതൽ നവംബർ 16 വരെയുള്ള സമയമാണ് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 30 ഡേ സൈക്കിളുള്ള സ്ത്രീ ആണെങ്കിൽ നാം കണ്ടു ആ സ്ത്രീക്ക് ഓവുലേഷൻ നടക്കുന്നത് നവംബർ 16 സോ 2 ദിവസം കുറച്ചും 2 ദിവസം കൂട്ടിയും നമുക്ക് ഫെർട്ടൈൽ പീരീഡ് കണ്ടുപിടിക്കാവുന്നതാണ്. അതായത് നവംബർ 14 മുതൽ നവംബർ 18 വരെയുള്ള സമയമാണ് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുന്നത്. 21ാമത്തെ ദിവസമാണ് അവളുടെ പീരീഡ്സ് നെക്സ്റ്റ് ആരംഭിക്കുന്നെങ്കിൽ ഓവുലേഷൻ നാം കണ്ടുപിടിച്ചു 7th. അപ്പോൾ 2 ദിവസം കൂട്ടിയും 2 ദിവസം കുറച്ചും കിട്ടുന്ന 5 മുതൽ 9 വരെയുള്ള സമയമാണ് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഫെർട്ടൈൽ പീരീഡ്. സോ ഈ ഒരു മെത്തേഡിനെയാണ് കലണ്ടർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ഫെർട്ടൈൽ പീരീഡ് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഈ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വേറൊരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതിലും നാം ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ സൈക്കിൾ ഡ്യൂറേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒരു 30 ഡേ സൈക്കിൾ ആണോ അല്ലെങ്കിൽ 28 ഡേ സൈക്കിൾ ആണോ എന്നുള്ളത് ആദ്യമായിട്ട് കണ്ടുപിടിക്കണം. ഒരു 30 ഡേ സൈക്കിൾ ആണെങ്കിൽ അതിൽ നിന്നും ഒരു 18 കുറച്ചാൽ, അതായത് 30 - 18 നമുക്ക് 12 ഉത്തരം കിട്ടുക. ഈ ഒരു 12ാമത്തെ ദിവസമാണ് ഫെർട്ടൈൽ പീരീഡിന്റെ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത്. ഈ ഒരു 30 ദിവസത്തിൽ നിന്നും 11 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 19. സോ 19 ഈ ഒരു ഫെർട്ടൈൽ പീരീഡിന്റെ അവസാനത്തെ ദിവസം എന്ന് പറയുന്നത്. സോ ആദ്യത്തെ ദിവസം 12, അവസാനത്തെ ദിവസം 19. സോ 12 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിലാണ് ആ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫെർട്ടൈൽ പീരീഡ് അല്ലെങ്കിൽ ഗർഭധാരണത്തിന് സാധ്യത കൂടുതലുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 28 ഡേ സൈക്കിളുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ഫെർട്ടൈൽ പീരീഡിന്റെ അല്ലെങ്കിൽ ഗർഭധാരണത്തിന് സാധ്യതയുള്ള ആ ഒരു കാലയളവിന്റെ ആദ്യത്തെ ദിവസം കണ്ടുപിടിക്കുന്നത് 28 നിന്നും 18 കുറച്ചാണ്, അതായത് 10ാമത്തെ ദിവസം. ഫെർട്ടൈൽ പീരീഡിന്റെ അവസാനത്തെ ദിവസം കണ്ടുപിടിക്കുന്നത് 28 നിന്നും 11 കുറച്ചാണ്, അതായത് 17ാമത്തെ ദിവസം. സോ 28 ദിവസം സൈക്കിൾ ഡ്യൂറേഷനുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുന്നത് 10 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിലാണ്. സോ ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു ഫെർട്ടൈൽ പീരീഡ് എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ 2 മെത്തേഡുകളും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ആർത്തവം നിന്നതിന് ശേഷം ഒരു 1.5 ദിവസമെങ്കിലും ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് സാധ്യമായാൽ, അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 തവണ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗർഭധാരണത്തിനുള്ള സാധ്യത കൂടുതലാണെന്ന് തന്നെ പറയാം. അടുത്തതായിട്ട് ഫെർട്ടൈൽ പീരീഡ് കണ്ടുപിടിക്കാനുള്ള വേറൊരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ബേസൽ ബോഡി ടെമ്പറേച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഒരു സ്ത്രീ ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ ഉപയോഗിച്ച് വായിൽ വെച്ച് രാവിലെ എഴുന്നേറ്റ ഉടനെ മറ്റു എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ വെച്ചിട്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യുക, അതൊരു നോട്ട്ബുക്കിൽ റെക്കോർഡ് ചെയ്യുക. ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ ഹോർമോൺസിന്റെ സ്വാധീന ഫലമായിട്ട് ബോഡി ടെമ്പറേച്ചർ അല്പം ഒന്ന് കൂടാറുണ്ട്. സോ ഇങ്ങനെ ഒരു കൂടുന്ന ടെമ്പറേച്ചർ നോക്കിക്കൊണ്ട് നമ്മുടെ ബോഡിയിൽ ഓവുലേഷൻ നടന്നോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ മെത്തേഡ് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു മെത്തേഡ് അല്ല. കാരണം പല ഫാക്ടേഴ്സും നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ രാവിലെ എഴുന്നേറ്റ് മറ്റെല്ലാ കാര്യങ്ങൾക്കും മുമ്പേ തന്നെ ഈ ഒരു കാര്യം റെക്കോർഡ് ചെയ്യണം. വർക്ക് ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഇത് വളരെ ഡിഫിക്കൽട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഓവുലേഷൻ കഴിഞ്ഞാൽ മാത്രമേ ബോഡി ടെമ്പറേച്ചർ കൂടുകയുള്ളൂ. അതിനു മുമ്പ് നമുക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ഈ ഒരു മെത്തേഡ് 2-3 മാസം ചെയ്യുകയാണെങ്കിൽ ഏത് ദിവസമാണ് ഓവുലേഷൻ നടക്കുന്നത് എന്നുള്ള ഒരു റഫ് ആയിട്ടുള്ള ഐഡിയ കിട്ടുന്നതിന് ഈ ഒരു മെത്തേഡ് നമ്മെ സഹായിക്കും. ഫെർട്ടൈൽ പീരീഡ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഓവുലേഷൻ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മെത്തേഡ് വജീനയിൽ നിന്നുമുള്ള സെക്രീഷൻസിന്റെ ക്യാരക്ടർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഹോർമോണിന്റെ സ്വാധീന ഫലമായിട്ട് ആർത്തവ ചക്രത്തിലെ പല ദിവസങ്ങളിലും പലതരത്തിലുള്ള ഒരു ഡിസ്ചാർജ് ആണ് നമുക്ക് കിട്ടാറുള്ളത്. ഫെർട്ടൈൽ പീരീഡിൽ സാധാരണയായിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള സ്ട്രെച്ചബിൾ ആയിട്ടുള്ള വലിച്ചു നീട്ടാൻ പറ്റുന്ന
മുട്ടയുടെ വെള്ള പോലെയുള്ള വേവിക്കാത്ത മുട്ടയുടെ വെള്ള പോലെയുള്ള ഒരു തരം ഡിസ്ചാർജ് നമുക്ക് നോട്ടീസ് ചെയ്യാൻ സാധിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ളൊരു ഡിസ്ചാർജ് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് കിട്ടിയാൽ തീർച്ചയായിട്ടും ആ ദിവസങ്ങളാണ് നിങ്ങളുടെ ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുന്നത്. സോ ഗർഭധാരണത്തിന് വേണ്ടി ട്രൈ ചെയ്യുകയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ട്രൈ ചെയ്യാവുന്നതാണ്. അല്ല പ്രഗ്നൻസി വേണ്ട എന്ന് വെക്കുന്നവരാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ഡിസ്ചാർജ് വരുന്ന ദിവസങ്ങളിൽ ഒരു റിലേഷൻഷിപ്പ് അവോയ്ഡ് ചെയ്താൽ നമുക്ക് പ്രഗ്നൻസി വേണ്ട എന്ന് വെക്കുവാനും സാധിക്കും. ഇതൊരു നാച്ചുറൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡായിട്ടും അഡ്വൈസ് ചെയ്യാറുണ്ട്. ഫെർട്ടൈൽ പീരീഡ് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മെത്തേഡാണ് വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ള LH കിറ്റുകൾ, ഓവുലേഷൻ കിറ്റുകൾ എന്നീ പേരുകളിലേക്ക് അറിയപ്പെടുന്നത്. ഇത് പ്രധാനമായിട്ടും ലൂട്ടിനൈസിങ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഒരു ഹോർമോണിന്റെ സാന്നിധ്യമാണ് ഈ യൂറിനിൽ ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഓവുലേഷൻ നടക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് ബ്രെയിനിൽ നിന്നും ലൂട്ടിനൈസിങ് ഹോർമോൺ കുറച്ച് കൂടുതൽ അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഈ കിറ്റൊക്കെ വെച്ചിട്ട് ഈ ഒരു LH ഹോർമോണിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയാൽ ഓവുലേഷൻ നടക്കാൻ സമയമായോ ഇല്ലയോ എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മൊബൈൽ ആപ്സുകളും ഇതിന് ഹെൽപ്പ് ചെയ്യുന്നതിന് അവൈലബിൾ ആണ്. പക്ഷെ അത്രയ്ക്കും അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല ഇത് എന്ന് പറയുന്നത്. മറ്റു മെത്തേഡുകളോടൊപ്പം കോംപ്ലിമെന്ററി ആയിട്ട് നമുക്ക് ഈ ഒരു ഓവുലേഷൻ കിറ്റും യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും നേരം ഞാൻ സംസാരിച്ച എല്ലാ മെത്തേഡുകളും നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ആരുടെയും സഹായം ആവശ്യമില്ല. ഒരു സ്ത്രീക്ക് എപ്പോഴാണ് അവളുടെ ഫെർട്ടൈൽ പീരീഡ് എന്ന് അവൾക്ക് തന്നെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അവസാനമായി പറയുന്ന മെത്തേഡാണ് ഫോളിക്കുലാർ മെത്തേഡ് എന്ന് പറയുന്നത്. ഫോളിക്കുലാർ മോണിറ്ററിംഗ്, ഫോളിക്കുലാർ സ്റ്റഡി എന്ന പേരുകളിലേക്ക് അറിയപ്പെടും. ഇത് സാധാരണയായിട്ട് വന്ധ്യതാ ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടറെ സമീപിക്കുന്നവരിലാണ് ചെയ്യാറുള്ളത്. ഈ ഒരു മെത്തേഡിൽ അൾട്രാസൗണ്ട് സ്കാനിന്റെ സഹായത്തോടു കൂടി ഫോളിക്കലിന്റെ വലുപ്പവും അതിന്റെ വളർച്ചയും ഒക്കെ മോണിറ്റർ ചെയ്യുകയും ഏത് ദിവസമാണ് ഓവുലേഷൻ നടക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് സ്കാനിന്റെ സഹായത്തോടു കൂടി അറിയുവാനും സാധിക്കും. സോ ഏറ്റവും അവസാനമായിട്ട് ഫെർട്ടൈൽ പീരീഡ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഫോളിക്കുലാർ സ്റ്റഡി അല്ലെങ്കിൽ ഫോളിക്കുലാർ മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. സോ ഈ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഫെർട്ടൈൽ പീരീഡ് എന്താണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഓവുലേഷന് ശേഷം പുറത്തോട്ട് വരുന്ന എഗ്ഗിനെ ഫലോപ്പിയൻ ട്യൂബിൽ ക്യാപ്ചർ ചെയ്യുന്നു. ഓവം അല്ലെങ്കിൽ എഗ്ഗ് ആ ഫലോപ്പിയൻ ട്യൂബിലൂടെ പതുക്കെ സഞ്ചരിക്കുന്നു. ഈ സമയത്ത് വജൈനയിൽ ഡെപ്പോസിറ്റ് ആവുന്ന ബീജങ്ങൾ ഗർഭാശയത്തിലൂടെ കടന്ന് ഫലോപ്പിയൻ ട്യൂബിൽ എത്തുന്നു. അങ്ങനെ അണ്ഡവും ബീജവും തമ്മിൽ കൂട്ടിമുട്ടി ഫെർട്ടിലൈസേഷൻ ഫലോപ്പിയൻ ട്യൂബിൽ നടക്കുന്നു. ഫലോപ്പിയൻ ട്യൂബിൽ വെച്ച് സൈഗോട്ട് രൂപം കൊള്ളുന്നു. ഇങ്ങനെ രൂപം കൊള്ളുന്ന സൈഗോട്ട് വിഭജിക്കപ്പെടുകയും അത് പതുക്കെ ഫലോപ്പിയൻ ട്യൂബിലൂടെ ഗർഭാശയത്തിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഇതിനോടൊപ്പം ഗർഭാശയത്തിൽ വളരെ തിക്കായിട്ടുള്ള ഒരു എൻഡോമെട്രിയൽ ലെയർ ഫോം ചെയ്ത് കാണും. അങ്ങനെ ഈ ഒരു കോശങ്ങൾ ഈ ഒരു എൻഡോമെട്രിയത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയും അവിടെ പറ്റിപ്പിടിച്ച് വളരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഗർഭാശയത്തിന്റെ അകത്ത് ബാക്കിയുള്ള വളർച്ചയൊക്കെ നടക്കുന്നത്. പ്രകൃതിയിലെ തന്നെ വളരെ മനോഹരവും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഫെർട്ടിലൈസേഷനും അതോടൊപ്പം ഗർഭാശയത്തിൽ ഒരു കുഞ്ഞ് മനോഹരമായിട്ട് രൂപം കൊള്ളുന്നതൊക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ദിസ് ഈസ് യുവർ ഡോക്ടർ സിൻസില സൈനിങ് ഓഫ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.